അവർ രാഷ്ട്രീയ ശക്തിയാണ്, അവരൊരു സാമ്പത്തിക ശക്തിയാണ്. അവരിപ്പോൾ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രചാരണങ്ങളൊക്കെ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ പ്രചാരണം നേടുന്നുണ്ട്. അതായത് അതൊക്കെ അവരുടെ തരികട. അതായത് ഇസ്ലാമികമായ ഒരു നിയമവും പാലിക്കാതെയാണ് അവർ സമ്പത്ത് ഉണ്ടാക്കുന്നത്. അവർക്ക് പലിശയില്ല. അതേ പ്രകാരം സക്കാത്ത്, ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവർക്ക് കൂട്ടായിട്ട്, അതായത് സക്കാത്ത് പിരിച്ചുകൊണ്ട് അവരുടെ പാർട്ടി നടത്തുക. ശരിക്കും സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ മുസ്ലിം സമ്പത്തിൻ്റെ പരിധി എത്തിയ ആൾക്കാർ അവർ നിർവഹിക്കേണ്ട, നിസ്കാരം നിർവഹിക്കുന്നത് പോലെ, നോമ്പെടുക്കുന്നത് പോലെ നിർവഹിക്കേണ്ട ഒരു നിർബന്ധ ഘടക. ഇസ്ലാം കാര്യം 5 അതിൽപ്പെട്ട ഒന്നാണ്. അതില്ലെങ്കിൽ മുസ്ലിം ആവില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിർബന്ധ സക്കാത്തുകൾ കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇൽ മസാകിൻ എന്ന് പറഞ്ഞ് 8 കൂട്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുഖറാ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അർദ്ധദരിദ്രൻ, ഇങ്ങനെ ഇവരൊക്കെ എണ്ണീട്ടുണ്ട്. അങ്ങനെ പട്ടിണി കിടക്കുന്ന ആൾക്കാർ, ദരിദ്രരായിട്ട് അവശത അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഈ സക്കാത്ത് വെച്ചിരിക്കുന്നത്. ഈ സക്കാത്തിൻ്റെ ഫണ്ടാണ് ഇവർ പിരിച്ചിട്ട് അവർ പത്രം നടത്തുന്നത്, അവരുടെ മീഡിയ വൺ നടത്തുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നത്.